കൃഷ്ണായ നമ. ഓം ഹ്രീം കൃഷ്ണായ നമ. ഓം ഹ്രീം കൃഷ്ണായ നമ. സഹോദരങ്ങളെ, ഇന്ന് ഒരു പ്രധാനപ്പെട്ട കൃഷ്ണാനുഭവം പറയാനുണ്ട്. അതെൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ അനിത, കോഴിക്കോട് തുണ്ടയാട് ഭാഗത്ത് താമസിക്കുന്ന കുടുംബമായിട്ട് വിദേശത്തായിരുന്നു. കുറേ കാലമായി വ്യാഴവ്രതം എൻ്റെ മാതിരി തന്നെ വ്യാഴവ്രതം എപ്പോഴും എടുക്കാറുള്ള ഒരാളാണ്. കൃഷ്ണനെ ഇടയ്ക്കിടയ്ക്ക് സ്വപ്നത്തിൽ കാണുകയും കൃഷ്ണൻ്റെ പല അനുഭവങ്ങളും ഉണ്ടാകുന്ന നല്ലൊരു ഭക്തയാണ്. എല്ലാ ദൈവങ്ങളെയും പ്രാർത്ഥിക്കുന്ന ഭക്തിയൊക്കെ ഉണ്ടെങ്കിലും കൃഷ്ണനെ ഒരു പ്രത്യേകമായ ഭക്തിയോടെ പ്രാർത്ഥിക്കുന്ന ആളാണ്. അങ്ങനെ ഇരിക്കെ ഒരു 10 വർഷം മുമ്പേ നടന്നൊരു സംഭവമാണ്. കുട്ടികളെല്ലാം പഠിച്ചുകൊണ്ടും ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഭർത്താവ് ജോലിക്ക് പോയി അവൾ തനിച്ചേ ഉള്ളൂ വീട്ടിൽ. വ്യാഴാഴ്ച ദിവസം വെറുതെ പണിയൊക്കെ തീർന്ന് ഇരിക്കുന്ന സമയത്ത് വെറുതെ ഒന്നിങ്ങനെ തോന്നി സിറ്റ് ഔട്ടിലേക്ക് പോകണം എന്നിങ്ങനെ മനസ്സിലിങ്ങനെ ഒരു തോന്നൽ. അപ്പോൾ സിറ്റ് ഔട്ടിൻ്റെ വാതിൽ തുറന്ന് സിറ്റ് ഔട്ടിലേക്ക് പോയി. അപ്പോൾ നോക്കുമ്പോൾ ഗേറ്റ് കടന്ന് ഒരു 10 വയസ്സ് ഏകദേശമുള്ള ഒരു ആൺകുട്ടി കടന്നു വരുന്നു. കയ്യിലൊരു കൃഷ്ണ വിഗ്രഹമുണ്ട്. ആ കുട്ടിക്ക് അതൊരു കുറച്ച് ഭാരം ഉള്ളതുപോലെ ഇങ്ങനെ എടുത്തിട്ടാണ് വരുന്നത്. അപ്പോൾ ആ കുട്ടി ഇവരെ വീട്ടിലേക്ക് തന്നെ ലക്ഷ്യമാക്കിയിട്ടാണ് കയറി വരുന്നത്. അന്നേരം അത്ഭുതത്തോടെ അനിത ഇങ്ങനെ നോക്കിയപ്പം പറഞ്ഞ്, ഇത് നിങ്ങൾക്ക് തരാൻ ആണുള്ളതാണെന്ന് പറഞ്ഞു. അപ്പം പെട്ടെന്ന് അനിത വിചാരിച്ചത്, എന്താ കുട്ടിക്ക് ഇങ്ങനൊരു വിഗ്രഹം കിട്ടണമെങ്കിൽ അത് ആരെങ്കിലും കൊടുത്തതോ അല്ലെ എന്തെങ്കിലും ഒഴിവാക്കാൻ, ചിലവരുണ്ടാവില്ല വീട്ടിൽ നിന്ന് ഒഴിവാക്കുന്ന എന്തെങ്കിലും തകരാറോ എന്തെങ്കിലും ചെറിയ പൊട്ടലോ എന്തെങ്കിലും അങ്ങനെയുള്ള അതായിട്ട് ഒഴിവാക്കുന്ന എന്തോ വിഗ്രഹമാണെന്ന് വിചാരിച്ചിട്ട് അവളൊന്ന് കയ്യിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒന്ന് നല്ലോണം നോക്കി. അതെന്താ എനിക്ക് തന്നെ വിൽപ്പനക്ക് കൊണ്ടുവന്നാണോ? ആ, എത്ര വില? 100 രൂപ എന്ന് പറഞ്ഞു. 100 രൂപ എന്ന് പറഞ്ഞപ്പോൾ എന്താ പൊട്ടൊന്നും ഒറ്റ നോട്ടത്തിൽ പൊട്ടൊന്നും കാണുന്നില്ല. ഇങ്ങനെ അടിഭാഗം നോക്കുമ്പോൾ പിന്നെ സാധാരണയുള്ള വിഗ്രഹത്തിന് അടിഭാഗം ഇങ്ങനെ ചിലതിന് ഈ പാസ്റ്റർ പോലീസിൻ്റെ ഒക്കെ ഇങ്ങനെ തുറന്നിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനെയും കാണുന്നില്ല. കുട്ടിയുടെ കൈവച്ചനൊന്നും ഇങ്ങനെ നോക്കി. അപ്പം എന്താ പറഞ്ഞു, അയ്യോ എൻ്റെ അടുത്ത് ഇപ്പം ചില്ലറ 80 രൂപയേ ഉള്ളൂല്ലോ, ചില്ലറ അതേ ഉള്ളൂ. അപ്പം ഒരു ലാഘവത്തോടെ ഇങ്ങനെ അനിത പറഞ്ഞപ്പോൾ ആ കുട്ടി പറഞ്ഞു, അത് സാരില്ല, എനിക്കത് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികളല്ല കിട്ടിയത് അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞാൽ എനിക്കെന്ന് എന്തൊക്കെ ഇല്ലാത്തൊരു ഇത് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ട്. പക്ഷേ കയ്യിൽ അന്നേര സമയം ഇല്ല. പക്ഷേ എങ്ങനെയെങ്കിലും ചിലപ്പോൾ മാറുകയോ പിടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാമായിരുന്നു. പക്ഷേ ആ കുട്ടിക്ക് ഒരു പോകാൻ തിരക്കും കൂട്ടുന്നുണ്ട്. അപ്പോൾ കയ്യിലുള്ള 80 രൂപ കൊടുത്തു. 80 രൂപ കൊടുത്ത് അനിത അത് കയ്യിൽ വിഗ്രഹം വാങ്ങി നോക്കുമ്പോൾ നല്ലൊരു ഭാരമുണ്ട്. നമ്മൾ പാസ്റ്റർ ഓഫ് പാരീസ് അല്ല, എനിക്കൊന്ന് അതിൽ ക്ലേ കൊണ്ടുള്ള ഇതിനാകുമ്പോൾ കുറച്ചും കൂടി കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയാൽ കുറച്ചും കൂടി ഭാരം ഉണ്ടാവുമല്ലോ. നല്ല സ്വർണ്ണ നിറത്തിലുള്ള ഒരു ഇത്. അപ്പോൾ തന്നെ ഇതൊക്കെ ഇത് വല്ലാത്തൊരു ഇത് 80 രൂപയോ അയ്യോ കൊടുത്തു പോയി. ഇത് അതിലും വില മതിക്കുന്നതാണല്ലോ. കുട്ടി എവിടെയെന്ന് വിചാരിച്ചു വന്നു. വേഗം അപ്പം തന്നെ അതവിടെ വെച്ചിട്ട് കുട്ടീനെ ഒരു മിനിറ്റുകളേ ആയിട്ടുള്ളൂ. ഗേറ്റ് കടന്ന് പോകുന്ന അത്ര സമയം ആയിരുന്നുള്ളൂ. പെട്ടെന്ന് അനിത പോയി നോക്കുമ്പോൾ ഗേറ്റ് കടന്ന് നോക്കുമ്പോൾ കുട്ടിയെ കാണാനില്ല. എങ്ങോട്ടാ പോയി മറിഞ്ഞതെന്നൊന്നും മനസ്സിലാവുന്നില്ല. കുട്ടിയെ കാണാനില്ല. അയ്യോ, ഇതൊക്കെ അതൊരു വ്യാഴാഴ്ചയാണ്. വളരെ വിഷമം തോന്നി. അയ്യോ, ഞാൻ ഇത്ര പൈസയല്ലേ കൊടുത്തുള്ളൂ. വീട്ടിൽ ഇനി ഭർത്താവും കുട്ടികളെല്ലാം വന്നാൽ അമ്മ എന്ത് പണിയാണ് ചെയ്തതെന്ന് എല്ലാവരും വഴക്ക് പറയുമല്ലോ. ഞാൻ ഭയങ്കര കഷ്ടമായിപ്പോയി ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് മനസ്സിന് വളരെ വിഷമം തോന്നി. പക്ഷേ ആ വിഗ്രഹം കയ്യിലെടുത്തപ്പോൾ അതൊരു അത്ഭുത വിഗ്രഹമായിരുന്നു. അതിന് വല്ലാത്തൊരു തിളക്കം, ഒരു ചൈതന്യവുമൊക്കെ. അനിത അത് വൃത്തിയാക്കിയിട്ട് വിളക്ക് വെക്കുന്ന സ്ഥലത്ത് വെച്ചു. അതിന് ശേഷം അനിതയുടെ ജീവിതത്തിൽ കുറേ മാറ്റങ്ങളുണ്ടായി. ആ സമയത്തൊക്കെ മാനസികമായി കുടുംബത്തിലെ ചില പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാവില്ല, മനസ്സിനെ അലട്ടുന്ന അങ്ങനെയുള്ള പ്രശ്നത്തിൽ അവൾ മുഴുകിയിരിക്കുന്ന ഒരു സമയമായിരുന്നു. പക്ഷെ അതിൽ നിന്നെല്ലാം തരണം ചെയ്യാൻ കഴിഞ്ഞു. കുട്ടികൾക്ക് ജോലി കിട്ടി, എല്ലാ കാര്യങ്ങളും ഭംഗിയായി. അവളിപ്പോഴും
ആ വിഗ്രഹം വീട്ടിൽ വരുന്നവരൊക്കെ പറയും ഇതെന്തൊരു ഭംഗിയുള്ള വിഗ്രഹമാണ്, ഇത് എവിടുന്ന് കിട്ടി നിനക്ക്, ഇത് എവിടുന്ന് കിട്ടി, എന്തൊരു ഭംഗിയാണ് കാണാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ ഒരു വീട്ടിൽ വരുന്ന ഫ്രണ്ട്സും അതുപോലെ സഹോദരിമാരും ഒക്കെ പറയും എന്തൊരു അത്ഭുതം. ഇപ്പോൾ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും അത് നിറം മങ്ങിയിട്ടില്ല. ഇപ്പോഴും കണിവെക്കുന്നതൊക്കെ അത് വെച്ചിട്ടാണ്. ഇന്നും അവൾക്ക് അതൊരു വളരെ അത്ഭുതമായിട്ട് തോന്നുന്നൊരു വിഗ്രഹമാണ്. അത് ഭഗവാൻ തന്നത് തന്നെയാണ്. ഭഗവാൻ കൊണ്ടു തന്ന അവളുടെ അമ്മ ഒരിക്കലും വന്നിട്ട് പറഞ്ഞത് വ്യാഴാഴ്ച ഇത് ഭഗവാൻ നിനക്ക് കൊണ്ടു തന്നാണ്, എന്നിട്ടും കൂടി നിനക്ക് മനസ്സിലായില്ലല്ലോ കൊണ്ടുതന്ന കുട്ടിയെ, അതൊന്നും കൊണ്ടു തന്നില്ല, നീ അതിൻ്റെ വിലയും നീ മതിച്ചില്ലല്ലോ. അപ്പോൾ അതെല്ലാം അവളുടെ അടുത്ത് വന്നൊരു വീഴ്ചയാണ്. പെട്ടെന്ന് ഇതൊക്കെ എന്ത് ചെയ്യാമെന്ന് അറിയാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നതാണ്. അവളൊരു കുറ്റബോധം ഉണ്ടെങ്കിലും അവളൊന്നും മനസ്സിലാക്കി അത് ഭഗവാൻ കൊണ്ടു തന്നെ തന്നെയാണ്. ഇന്നും വളരെ ഭക്തിയോടെ സൂക്ഷിക്കുന്ന ഒരു വിഗ്രഹമാണത്. ഞാനതിൻ്റെ ഫോട്ടോ ഞാനിത് ഇപ്പം കാണുന്ന വീഡിയോ അല്ല, ഞാനതിൻ്റെ ഫോട്ടോ ഞാൻ ഇതിൽ തന്നെ വെക്കാം. കാണാൻ ഇഷ്ടമുള്ളവർക്ക് കാണാം. ഭഗവാനെ കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവരെയും അനുഗ്രഹിക്കണേ.